അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിൻ്റെ രണ്ടാം ദിവസം തന്നെ അദ്ദേഹം ബംഗ്ലാദേശിന് വൻ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ ബംഗ്ലാദേശി അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ട് ശക്തമായ താക്കീത് കൊടുത്തു. പറഞ്ഞിരിക്കുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശ് ഗവൺമെൻറ് നിയമ നടപടിയെടുക്കണം. എത്രമാത്രം ഹിന്ദുക്കളെയാണ് അവിടെ ആക്രമിച്ചിരിക്കുന്നത്, അവർക്കെതിരെ നടപടിയെടുക്കണം. ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം. അവിടെ ഹൈന്ദവ ടെമ്പിളുകൾ എത്രമാത്രം പൊളിച്ചിട്ടുണ്ട്, അവ പണിതു കൊടുക്കണം. അതേപോലെ തന്നെ അവിടുന്ന് പല ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളും പല ആൾക്കാരും ഈ കലാപകാരികൾ അവിടെ ഹിന്ദുക്കളെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ ലാൻഡ് ഒക്കപ്പൈ ചെയ്തു, അത് തിരിച്ചു കൊടുക്കണം. അതായത് ശക്തമായ താക്കീതാണ് ബംഗ്ലാദേശിൻ്റെ അംബാസഡറെ വിളിച്ച് വരുത്തിയിട്ട് മാർക്ക് റൂബിയോയും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഇത് പ്രസിഡന്റ് ട്രംപിൻ്റെ തീരുമാനമാണ്, ഇത് നടപ്പിലാക്കണം. ഇത് നടപ്പിലാക്കിയില്ല എങ്കിൽ അതിന് സമയം കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പ്രത്യേക സ്പെസിഫിക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇത്ര പേർക്കെതിരെ നടപടിയെടുക്കണം. ഒരൊറ്റ ഒരാളെ പോലും വെറുതെ വിടാൻ പറ്റില്ല. ഇത് പ്രസിഡന്റ് ട്രംപ് അവർ ഇലക്ഷന് ഇന്ത്യക്ക് കൊടുത്തിരുന്ന വാഗ്ദാനമായിരുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും. മനസ്സിലാക്കുക, നേരത്തെ എന്താണ് ചെയ്തത്? ഈ കലാപോട്ടാകുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനോട് നേരിട്ട് സംസാരിച്ചു. ബംഗ്ലാദേശി ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കണം. അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കുകയാണ്, അവിടെ അമ്പലങ്ങൾ തകർക്കുകയാണ്, അവരുടെ ലാൻഡുകൾ നശിപ്പിക്കുകയാണ്, അവരെ മുഴുവനായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. മനസ്സിലാക്കിയ ഏകദേശം 3.5-4 ലക്ഷം ഹിന്ദുക്കളാണ് ഢാക്ക സിറ്റിയിൽ നിന്ന് മാത്രം ഡിസ്പ്ലേസ്ഡ് ആയിട്ട് റെഫ്യൂജിയിലായിട്ട് ഇങ്ങനെ ഒരു ടെൻ്റ് അടിച്ച് താമസിക്കുന്നത്. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കാളി പൂജയുടെ ടെമ്പിൾ, കാരണം എൻ്റെ ബംഗാളികളായിട്ടുള്ള ഹിന്ദുക്കളാണ്. കാളി പൂജയുടെ ടെമ്പിളെല്ലാം അടിച്ച് നശിപ്പിച്ചു, വീടുകളിലത്ത് കയറി ആക്രമണം നടത്തി അതിക്രൂരമായ രീതിയിൽ. ഇതെല്ലാം ബംഗ്ലാദേശ് ഗവൺമെൻറ് കണ്ടുകൊണ്ടിരുന്നു. അപ്പം ആ സമയത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അത് അന്ന് ഇവിടുത്തെ മീഡിയ ഒക്കെ പറഞ്ഞു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അന്ന് ഞാൻ പറഞ്ഞു ഡീപ്പ് സ്റ്റേറ്റ് അല്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ചിലപ്പോൾ ബൈഡൻ അതിൻ്റെ താല്പര്യം കാണുമായിരിക്കും. പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഇന്ത്യക്കാരോട് താല്പര്യമുണ്ട്. കാരണം ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരാൻ വേണ്ടി ഇന്ത്യൻ ഒറിജിൻസിൻ്റെ വോട്ടുണ്ട്. ഇന്ത്യയോട് താല്പര്യമുണ്ട്. എത്രമാത്രം ഇന്ത്യ ഒറിജിൻസാണ് അവിടെ ഉള്ളത് അമേരിക്കയിൽ. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കയ്ക്ക് ഇന്ത്യയോട് എതിർക്കാൻ പറ്റത്തില്ല. അതിന് ഒരു കാര്യങ്ങളല്ല, പല കാര്യങ്ങളുണ്ട്. അതിന് ചൈനയുമായിട്ടുള്ള ഇഷ്യൂ തന്നെ. ചൈനയുടെ മുമ്പിൽ നിർത്താൻ വേണ്ടി അവർക്ക് ഇന്ത്യ വേണം. പക്ഷെ അതിനൊക്കെ ഈ ബൈഡൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മൊണ്ണയായിരുന്നു. ഒരു നടപടി എടുത്തില്ല, അയാൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശക്തമായ നടപടിയാണ് എടുക്കുന്നത്. എന്താണ് താക്കീത് കൊടുത്തത്? അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗാർമെൻറ്റ്സ് ആണ്. ബേസിക്കലി അവരുടെ ഈ ഗാർമെൻറ്റ്സ്, ഇതേപോലെ തൊപ്പികൾ, നിങ്ങൾ അമേരിക്കൻ ക്യാപ്പുകളൊക്കെ കാണാം. അതേപോലെ ലെതർ ഗുഡ്സ്, അത് ചെരുപ്പുകൾ, ഷൂ, ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് ഒരു വർഷം ഏകദേശം 11 ബില്യൻ്റെ എക്സ്പോർട്ടാണ് ബംഗ്ലാദേശ് അമേരിക്കയിലോട്ട്. കാരണം അവൻ്റെ മേജർ റിസോഴ്സാണ്. അതിൻ്റെ മുകളിൽ 200% ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതായത് ശക്തമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ താക്കീതല്ലേ, ഒരു വെടി തീർന്നു പോയി. അതായത് മനസ്സിലാക്കുക, അമേരിക്ക 200% ടാരിഫ് ബംഗ്ലാദേശിൻ്റെ മുകളിൽ, അവനാകെ 10-11 കോടി ബില്യനാണ് അമേരിക്കയോട് എക്സ്പോർട്ട് ചെയ്യുന്നത്, മേജർ റവന്യൂ. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കൂട്ടി ദൂരം പോകും, പട്ടിണി രാജ്യമായിട്ട് അങ്ങ് മാറും. താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. മറ്റുള്ള സാങ്ഷൻ ബംഗ്ലാദേശിൻ്റെ മുകളിൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇത് നടപടി എടുത്തിരിക്കണം. ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ബംഗ്ലാദേശി ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരണം. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആരാണ് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്ത് അവർക്കെതിരെ നടപടി എടുക്കണം. അത് കണ്ടുകൊണ്ടിരുന്ന പോലീസ് ഒഫീഷ്യൽസ്, പട്ടാളക്കാർ, അവർക്കെതിരെ നടപടിയെടുക്കണം. ഏത് പൊളിറ്റിക്കൽ ലീഡറാണ് സപ്പോർട്ട് ചെയ്ത് അവർക്കെതിരെ നടപടിയെടുക്കുക. ശക്തമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിലുള്ള ഞാൻ ഢാക്കയിൽ നിന്നുള്ള ജേർണലിസ്റ്റിൽ നിന്ന് അറിയാൻ സാധിച്ചതാണ്. കാരണം ഇതുമായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ പേരിലാണ് എൻ്റെ വീഡിയോ ലേറ്റ് ആയത്. അതായത് ഢാക്കയിലുള്ള ജേർണലിസ്റ്റോട് ചോദിച്ചു കഴിയുമ്പം സംഭവം സത്യമാണ്. കാരണം ഇന്ന് ഏകദേശം രാവിലെ മുതൽ ബംഗ്ലാദേശി പോലീസും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും എവിടെയൊക്കെയാണ് ഹിന്ദുക്കൾ പോയിരിക്കുന്നത് അവരെ കൂട്ടുകൊണ്ടുവരാൻ പോയേക്കുക.
അവിടെ ഓരോ വീടുകളും തപ്പി നടക്കുകയാണ്, എത്ര പേര് കലാപത്തിൽ പങ്കെടുക്കും, അപ്പോൾ പേര് ലിസ്റ്റ് എടുക്കുകയാണ്. കാരണം ശക്തമായ താക്കീത കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് കൂടെ വേറെ സംഭവം അറിയാൻ സാധിച്ചു. ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരും ഇവിടെ CPM-ഉം കോൺഗ്രസും പറയുന്നത് മണിപ്പൂരില്ലയോ, ഏതാണ്ട് ബംഗ്ലാദേശിൽ ഇതുമായിട്ടനുബന്ധിച്ച് ഈ പറയുന്ന ഹിന്ദുക്കളെ ഓടിക്കുന്ന സമയത്ത് 10-60 പള്ളികൾ അടിച്ചു പൊളിച്ചു, ഒത്തിരി ക്രിസ്ത്യാനികളെ അടിച്ചു പൊളിച്ചു. കാരണം ഇവരെല്ലാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് തീവ്രവാദികൾക്ക് മറ്റുള്ളവരെല്ലാം കാഫിറാണ്. ഈ പറയുന്ന ഹിന്ദുക്കളെ അടിക്കുന്ന കൂട്ടത്തിൽ ക്രിസ്ത്യാനിയും കൂടെ ഓടിച്ചു. അപ്പം അവർ അതിനോടും താക്കീത് കൊടുത്തിട്ടുണ്ട് ട്രംപ്, അതിനെ തിരിച്ചു കൊണ്ടുവരണം. അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അമേരിക്കയുടെ ഢാക്കയിലുള്ള അംബാസഡർ പോയി ബംഗ്ലാദേശി അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ നേരിട്ട് ഒരു ടീം പോയി കണ്ടു. അതായത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞയച്ചതാണ്, നടപടിയെടുത്തിരിക്കണം, എടുത്തില്ല എങ്കിൽ ഞങ്ങൾ പല സാങ്ഷനും ഈ രാജ്യത്തിൻ്റെ മുകളിൽ ചെയ്യാൻ പോവുകയാണ്. അതായത് ഡെഡ് ലൈൻ വരെ കൊടുത്തിട്ടുണ്ട്, അത് പുറത്ത് വരുന്നില്ല എന്താണ് ഡെഡ് ലൈൻ. പക്ഷേ ഇന്ന് മുതൽ വളരെ സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. മാർക്ക് റൂബിയോ, അതായത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി, ബംഗ്ലാദേശി അംബാസഡറോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. അതായത് അയൽ രാജ്യമാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യയായിട്ട് സമീപിക്കും. ഇന്ത്യ നിങ്ങളോട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ചെയ്തില്ല എങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യയോട് പറയുക ഇടപെടാൻ. ഇന്ത്യ ഒരു കാരണവശാലും നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ മിത്രം തന്നെയാണ്. അതായത് വാൺ ചെയ്തു, സ്ട്രിക്റ്റായിട്ട് വാൺ ചെയ്തു. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അധികാരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഖത്തറിന് വാണിംഗ് കൊടുത്തു. അത് പേടിച്ചിട്ടാണ് ഖത്തർ ചെയ്തിട്ട്. അതാണ് അധികാര സ്ഥാനത്ത് കഴിവുള്ളവൻ വന്നു കഴിഞ്ഞാൽ അതായത് പേടിയാണ് ബേസിക്കലി. അതാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അമേരിക്ക വല്ലതും എടുത്ത് ഈ സാങ്ഷനും ഈ 200% ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ രാജ്യമില്ലാതായി പൂർണ്ണമായിട്ട്. പിന്നെ അവിടെ ജോലിയില്ല. ഞാൻ ഈ ഢാക്കയിലൊക്കെ പോയിട്ടുണ്ട്. ഈ പറയുന്ന ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി, ഡൽഹിയിലുള്ള പല ആൾക്കാർക്കും ഔട്ട്സോഴ്സ് ചെയ്യുന്ന പല ഫാക്ടറി ഉണ്ട് അവിടെ. കാരണം വളരെ ചീപ്പായിട്ടാണ് നടക്കുന്നത്. അവിടുത്തെ മെയിൻ ജോബ് എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ ഒക്കെ ജോബ് ഈ ഗാർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അമേരിക്കയിലെ കോസ്റ്റ്കോ എന്ന് പറയുന്ന സംഭവം, അതായത് അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്, അത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗാർമെൻറ്റ് അധികം ബംഗ്ലാദേശിൻ്റെയാണ്, അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത സാധനമാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന യുണീക്ലോ, അതായത് ഈ സാധനം, ഈ ടീഷർട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിയത്, ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ. ഇത് ജാപ്പനീസായി സാധനം. അപ്പം അത്രമാത്രം അമേരിക്കയിൽ എക്സ്പോർട്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഇന്ത്യയുടെ സപ്പോർട്ട് എല്ലാ രീതിയിലും ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിനെ. അതായത് സ്പീഡ് ഡീസലില്ല, ഗുവാഹട്ടിയിൽ നിന്ന് അതിന് പ്രത്യേക പണം മുടക്കി അതിന് ലൈനിട്ട് കൊടുത്ത് ഏകദേശം 12ഓളം ഡിസ്ട്രിക്റ്റിൽ എല്ലാ രീതിയിലും സഹായിച്ചിട്ട് ഈ പറയുന്ന വൃത്തികെട്ട ജമാഅത്ത് ഇസ്ലാമിക വർഗീയ സംഭവം അതിൻ്റെ ബാൻ മാറ്റിയിട്ട് ആലോചിച്ച് നോക്ക്. പിന്നീടാണ് അറിയുന്നത് ഇന്ത്യക്കാരായ ഗൾഫിൽ ജോലി ചെയ്യുന്നവരെ ഫണ്ട് ചെയ്ത് കൊടുത്തു. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ് തിരിച്ചടി ഉണ്ടാകുക അന്ന് ഞാൻ പറഞ്ഞു. കാരണം ട്രംപ് വന്നു കഴിഞ്ഞ് ഈ പറയുന്ന മുഴുവനും മോഡസ് ഓപ്പറൻഡി മാറും. അത് മുഹമ്മദ് യൂനിസിനെ ഞാൻ കുറ്റം, പക്ഷേ അയാൾ നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു, ഒന്നും ചെയ്യാതെ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്? അതായത് ഇത് ചെയ്ത് നിങ്ങൾ കണ്ടോണം, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയെ ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് കയറി ബാൻ ചെയ്യും, അല്ലെങ്കിൽ അവന്മാരെ മര്യാദയ്ക്ക് നോക്കി നടത്താൻ പറയും. സ്ട്രിക്റ്റായിട്ടാണ് വാൺ ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു ആവശ്യം. ഇത് ബൈഡന് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ആ കോന്തൻ അത് ചെയ്തില്ല. അത് ഇന്ത്യയിലത് വലിയ, കാരണം സെൻറ്റിമെൻ്റൽ രീതിയാണല്ലോ. ഇന്ത്യക്കാരായ ഹിന്ദു ഒറിജിൻസാണ്. എത്ര പേരുടെ വീടുകൾ, സ്ഥലങ്ങൾ എല്ലാം നശിച്ചു. അത് അതിക്രൂരമായിട്ട് അവർ ഉപദ്രവിച്ചു. അവർ സ്ഥലങ്ങൾ മുഴുവനും പിടിച്ചെടുത്തു. തിരിച്ചു കിട്ടിയല്ലോ. കേരളത്തിലെ സുഡാപ്പികൾക്ക് സന്തോഷമായി കാണാം. ഇത്രയേ ഉള്ളൂ നിന്നോടൊക്കെ, ഇത്രയൊക്കെ ചെയ്താൽ മതി, അവിടെ നീ ഒതുങ്ങിപ്പോ. ഇതാണ് ഞാൻ ഈ ബംഗ്ലാദേശ് ഹിന്ദുക്കളുമായിട്ട് നടത്തിയത്. അന്ന് വളരെ ഈമോജി ഇട്ടല്ലോ, ഇന്നൊന്ന് ഈമോജി ഇട്ട് നോക്കാം. ഇപ്പം സന്തോഷമായല്ലോ. ഇത് തന്നെ നടക്കുകയുള്ളൂ അവസാനം. അതാണ് ബംഗ്ലാദേശിൽ നടന്നത്.